ഹായ് എവരിവൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ. ഇന്ന് ഇന്ത്യക്കാരുടെ പാരൻസ് നാട്ടിൽ നിന്ന് വരികയാണ്. പാരൻസ് മാത്രമല്ല, ഇന്ത്യക്കാരുടെ സിസ്റ്റേഴ്സും പിന്നെ നമ്മളെ വീട്ടിലൊരു ട്രിപ്ലെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അവരും എല്ലാവരും കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർ കുറച്ച് നാൾക്ക് ശേഷമാട്ടോ ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ വെക്കേഷനിലാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു വെക്കേഷനിലും ഇവരെല്ലാവരും കൂടി വരികയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരിക എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലേ, ആ ഒരു സിറ്റുവേഷൻ ആട്ടോ ഇപ്പം. അപ്പം ഞാൻ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യക്കും അളിയനും കൂടിയിട്ടാണ് ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നത് കേട്ടോ. പിന്നെ കാറിൽ കുറച്ച് സ്ഥലപരിമിതിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇവർക്കും ഇവരുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനില്ലേ. പിന്നെ ഇതാണ് നമ്മളുടെ ട്രിപ്ലെറ്റ്സ് കേട്ടോ. ഇവർ അസബേബിനേക്കാളും ഒരു 6 months മൂത്തതാണ്. ഇവർ അബുദാബിയിൽ തന്നെ കേട്ടോ അളിയനും ഫാമിലിയും സ്റ്റേ ചെയ്യുന്നത്. നമ്മളങ്ങനെ ദുബായിലേക്ക് വന്ന് പിന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോയാലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലൊക്കെ മെയിനായിട്ടുള്ളൊരു ചടങ്ങല്ലേ പെട്ടി പൊട്ടിക്കൽ. അപ്പോൾ ഗൾഫിലെ പെട്ടിയിൽ സ്പ്രേ ബോട്ടിൽസും ബിസ്റ്റുമൊക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന പൊട്ടിയിൽ മെയിനായിട്ടുള്ളത് ചക്കയും മാങ്ങയും പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മിച്ചർ, ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ കേട്ടോ. പിന്നെ നമ്മളെ പറമ്പിലുണ്ടായിട്ടുള്ള ബബ്ലൂസ് നാരങ്ങ കേട്ടോ, അത് നമ്മളവിടെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുക. പിന്നെ വെള്ളരിക്ക, ഇതൊക്കെ ഇവർ നാട്ടിൽ നിന്ന് കൊടുക്കുന്നതാട്ടോ. ഇവിടെ ഇതൊക്കെ കിട്ടുമെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതൊരു വേറെ ഫീലാണ്. പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ, അരിപ്പൊടി, പുട്ടുപൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ മെയിനായിട്ടൊരു വലിയ ചക്ക കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടച്ചക്ക, പിന്നെ മുന്തിരി ജ്യൂസാണ് കേട്ടോ. ഈ ഒരു ജ്യൂസ് മുന്തിരി ഇവിടെ കിട്ടില്ല. അപ്പോൾ നമ്മളിതിൻ്റെ പൾപ്പ് എടുത്തിട്ട് വെള്ളമൊഴിക്കാതെ പൾപ്പ് വേവിച്ചിട്ട് എടുക്കില്ല, അങ്ങനെ എടുത്തിട്ട് ബോട്ടിലാക്കി കൊണ്ടുവരുന്നതാണ്. പിന്നെ ഫിഷ് മസാല, ചിക്കൻ മസാല, ഇതൊക്കെ ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ആട്ടോ. പിന്നെ വീട്ടിലുണ്ടാവുന്ന കാന്താരി മുളക്, കടലാസ് മുളകൊക്കെ അല്ലേ, അതും പിന്നെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന കപ്പലണ്ടി മുട്ടായി, അതൊക്കെ കേട്ടോ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റോ ഫീലിംഗ് തന്നെ കേട്ടോ ഇവിടെ കിട്ടുമ്പോൾ. ഇവിടെ അതൊക്കെ കിട്ടില്ല എന്നല്ല, പക്ഷെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു വേറെ ഫീലാണ്. പിന്നെ നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ളത്. ഇത് മാങ്ങയാണ്. മാങ്ങ കുറേ കാലം കേടാവാതെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡിൽ ഇവർ ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കുന്നതാട്ടോ. പിന്നെ ബീഫ്, ചിക്കൻ, പത്തിരി, അതൊക്കെയാണ് നമ്മുടെ മെയിൻ നാട്ടിലത്തെ പെട്ടിയിലുണ്ടാവുക. അതൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു പെട്ടി പൊട്ടിക്കലിലുള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് വേറൊരാളാട്ടോ, നമ്മുടെ അസിസ്റ്റൻ്റ് തന്നെയാണ്. ഇതിപ്പോൾ പുലർച്ചെ 3 മണിക്കാട്ടോ ആൾ എണീച്ചിരിക്കുന്നത്. ഇവർ റൂമിലെത്തുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിരുന്നു. ഇതിലെന്താ സാധനം? ഇതാരും ഓർഡർ ചെയ്ത് ഇത് വേണ്ടത് റിട്ടേൺ അടിക്കാം. ഓക്കെ ബൈ. ഓക്കെ ബൈ. നാട്ടിൽ പോയിക്കോ. പോവാണ്. ഓക്കെ ഓക്കെ. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തിന് അങ്ങോട്ട് ഫുള്ള് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഐറ്റംസിൻ്റെ ഫുഡായിരിക്കും കേട്ടോ 3 നേരം ഉണ്ടാവുക. മെയിനായിട്ട് നമ്മൾ ബീഫും ചിക്കനും പത്തിരിയൊക്കെ തന്നെ ആവും. പക്ഷേ ഇവരൊരു വലിയ ചക്ക വരുമ്പോൾ കൊടുന്നിരുന്നു, നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്ക കേട്ടോ. അപ്പോൾ കുറച്ച് നാളായി ഞാൻ ചക്കപ്പൂട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നല്ല ചക്ക കിട്ടാത്ത കാരണം അങ്ങനെ അത് ട്രൈ ചെയ്യാണ്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ ചക്ക ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ചക്കപ്പൂട്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചക്ക നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുട്ടിന് കുഴക്കില്ല, സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് അതിൽ ഈ ചക്ക മിക്സ് ചെയ്യാട്ടോ ചെയ്യുക. ഞാനൊരു 2 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നല്ല വെറ്റാവാൻ പാടില്ല കേട്ടോ, സാധാരണ പുട്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. പിന്നെ ഈ ചക്ക കൂടി ആഡ് ആക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടർ കണ്ടൻറ്റ് വരും കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പുട്ടിൽ തേങ്ങ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ ഇത് പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് പുട്ടാക്കി എടുക്കലാണ്. ഇടയിൽ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. സാധാരണ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ ഇടയിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കലാട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ചക്കയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ട് പുട്ടിന്. ചക്ക നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടമാവും കേട്ടോ. ആ ഒരു മധുരയും പിന്നെ ചക്കയുടെ ടേസ്റ്റും പിന്നെ പുട്ടിൻ്റെ ടേസ്റ്റും. നമ്മൾ പുട്ടും പഴവും കഴിക്കുന്ന പോലെ തന്നെ പുട്ടും ചക്കയും കൂടി മിക്സായിട്ട് കഴിക്കുക. പിന്നെ ഇതിലേക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഉമ്മ ദാ അപ്പുറത്ത് കുറച്ച് പപ്പടം പൊരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കപ്പുട്ടും പപ്പടം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങിയത് കൂടി കഴിക്കാം. പക്ഷേ ചക്കയുടെ മധുരം ടേസ്റ്റും ഓൾറെഡി ഉണ്ട്. ഇനിയും എന്തെങ്കിലും ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പഴം ആഡാക്കിയാൽ മതി കേട്ടോ. വെറുതെ ഇങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. വേറെ കറികളുടെയോ വേറെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്യാവശ്യം മധുരവും ഒക്കെ ഉള്ള ഒരു സംഭവം തന്നെയല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മളുടെ ചക്കപ്പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഐറ്റം വരുന്നത് ഞൗഞ്ഞിക്ക റോസ്റ്റ് ആട്ടോ. ഇവർ വന്നു കഴിഞ്ഞാലാണ്, ഉപ്പയമ്മയും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കൂടുതൽ ഫിഷ് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇവിടെ ദുബായ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ കഴിഞ്ഞ ദിവസം പോയപ്പം. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഈ ഒരു ഞൗഞ്ഞിക്കയുടെ ഷേപ്പ് വരുന്നത് കേട്ടോ. ഞാനിത് കഴിച്ചിട്ടില്ല. ഞാനും ഉമ്മയും സിസ്റ്ററും ഒന്നും ഇത് കഴിക്കില്ല കേട്ടോ. ഉപ്പയും എന്തൊക്കെ മാത്രമാണ് ഇത് കഴിക്കുക. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ കുക്കിങ്ങും ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പ ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു കൂന്തളിൻ്റെ ടെക്സ്ചർ പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ടേസ്റ്റും ഏകദേശം അതുപോലെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ ഉമ്മ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഞൗഞ്ഞിക്ക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വേവുള്ളൊരു മീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 6 വിസിൽ വരെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം. അതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 6 വിസിൽ വരെ വേവിക്കാൻ വേണ്ടി വെക്കാം. ഇത് വെന്ത് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി മസാല ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറിയ സവോള ആണെന്നുണ്ടെങ്കിൽ 2 സവോള എടുക്കുക കേട്ടോ. ഇതൊരു വലിയ സവോള ആയിരുന്നു. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഒരു 3 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഞൗഞ്ഞിക്ക മീറ്റ് ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെന്തതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മീറ്റിൻ്റെ വേവൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഒരു 10 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഒരു 10 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഇതൊന്ന് തൂമിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതാണ് നമ്മുടെ ഞൗഞ്ഞിക്ക റോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം കേട്ടോ.
നമ്മളെന്തായാലും ഇത് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി കുറച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് തൂമിച്ചെടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ രണ്ടാമത് വെച്ചിട്ട് ഒരു 3 വിസിൽ കൂടി കേട്ടോ അടിച്ചത് ഈ ഒരു ഞൗനിക്ക. അപ്പോഴേക്കും നല്ലോണം വെന്ത് വന്നിരുന്നു. പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈമൊക്കെ അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്തായാലും അത്യാവശ്യം നല്ല വേവുള്ള ഒരു മീറ്റ് തന്നെ കേട്ടോ ഇത്. ഇനി ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഞൗനിക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞൗനിക്ക റോസ്റ്റ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പയറിൻ്റെ ഇലയും ചെമ്മീൻ പൊടി ചമ്മന്തിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ഒരു നാടൻ സ്റ്റൈലിൽ വെക്കുന്ന ഒരു പയറ്റിൻ്റെ ഇല ഉപ്പേരി കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാടെ റെസിപ്പിയാണ്. പയറിൻ്റെ ഇല നല്ല ചെറുതായി അരിഞ്ഞെടുത്തതിന് ശേഷം വെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിലെ വെള്ളമൊക്കെ ഇതുപോലെ നന്നായി ഞെക്കി പിഴിഞ്ഞെടുക്കുക. ഇത് നല്ലോണം വെള്ളം പോകണം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവും. പിന്നെ ഇതൊന്ന് ഉടച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചമ്മന്തിയാണ്. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കില്ലേ, വറ്റൽമുളകും ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന തേങ്ങ ചമ്മന്തിയും, പിന്നെ ഉണക്ക ചെമ്മീന് വറുത്ത് പൊടിച്ചതിൻ്റെ പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ കൊണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണക്ക ചെമ്മീൻ അങ്ങനെ കഴിക്കൽ കുറവാണ്, പക്ഷെ ഇതിലൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടാണ്. അതിനുശേഷം നമ്മൾ സാധാരണ പച്ച വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര ഉള്ളൂ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് പറഞ്ഞത്. ഇവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന ഒരു ഐറ്റം ആട്ടോ ഇത്. നാട്ടിൽ ഈ പായറ്റിൻ്റെ ഇലയൊക്കെ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ വരുമ്പോഴന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇൻഷാ അല്ലാ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദാൻ ടേക്ക് കെയർ. ബൈ ബൈ.